ഇത്രയും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും വാർത്താ പ്രാധാന്യം പോകുന്നത് പലപ്പോഴും വിവാദങ്ങളിലേക്കാണ്. അത് സ്വാഭാവികമാണ്. പാളയത്തിൽ പടയൊരുക്കങ്ങൾ, അങ്ങനെ ഒരു IFFKയുടെ ചലച്ചിത്രമേളയുടെ പോലും ശ്രദ്ധ മാറിപ്പോകുന്ന രീതിയിലേക്കൊക്കെ ആ വിവാദങ്ങളൊക്കെ അങ്ങനെയൊക്കെ വീണ്ടും സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഉണ്ട്. അതിപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ അതിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. അതെല്ലാം കുടുംബത്തിനകത്ത് ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. അതിനകത്തൊന്നും ഒരു കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ അതൊന്നും ഒരു പൊതുസമൂഹത്തിനോട് വന്ന് പറയുന്നത് ഒരു നല്ല സംസ്കാരമല്ല. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അത് ചില അംഗങ്ങൾക്കൊക്കെയുള്ള ചില വിയോജിപ്പുകളൊക്കെ ഉണ്ട്, അത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് അവരെ അറിയിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാവരും കൂടിയാലോചന നടത്തി അതെല്ലാം പരിഹരിക്കും. അതിനകത്തൊന്നും ഒരു വിഷയമില്ല. ഈ വിമർശനങ്ങൾ വന്നതും ഇതിനകത്തു നിന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അകത്തുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ഉണ്ടാവും. IFFKയുടെ ചെയർമാൻ മാടമ്പിയാണോ? എനിക്കങ്ങനെ അഭിപ്രായമില്ല. അദ്ദേഹം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൻ്റെ അല്പം സീനിയറായിട്ട് അദ്ദേഹം പഠിച്ചിരുന്ന ആളാണ്. അന്ന് മുതലേ ഞങ്ങൾ ഒന്നിച്ച് നാടകങ്ങൾ ചെയ്യുകയും നമ്മൾ വയനാട്, അട്ടപ്പാടിയൊക്കെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആദിവാസി മേഖലകളിൽ പോയിട്ട് ഞങ്ങൾ ബോധവൽക്കരണം നടത്തുന്ന നാടകങ്ങളൊക്കെ അന്ന് മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാനുമായിട്ട്. അപ്പോൾ അത്രയും അന്നേ ഉള്ളൊരു നാടകത്തിലൂടെയുള്ളൊരു വലിയ ആത്മസൗഹൃദം അതിന്നും അതേപോലെ തന്നെ ഞങ്ങൾ തുടരുന്നു. അല്ല, ഞങ്ങൾ രണ്ട് സിനിമാക്കാരായിട്ടല്ല. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെയാണ് സൗഹൃദം തുടർന്നത്. എന്നോട് ഉള്ളൊരു സമീപനമൊക്കെ ഏറ്റവും നല്ല സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെയാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോഴും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിന് ഇത്രയേറെ വിമർശനങ്ങൾ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ഓരോ മനുഷ്യരുടെയും ഒരു പ്രതികരണം, മറ്റുള്ളവരത് എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് പലതും അത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. അതിനകത്തൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. ഇപ്പോൾ എൻ്റെ ഒരു രീതി ആയിരിക്കില്ല മറ്റൊരാളുടെ രീതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ രീതികളുണ്ട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട്. പിന്നെ നമ്മുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലിം മേക്കറാണ്. അദ്ദേഹം സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, നടനാണ്, നിർമ്മാതാവാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും തൻ്റെ ഒരു സാന്നിധ്യം അറിയിച്ചിട്ടുള്ള, തൻ്റെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാനതിനെ മാനിക്കുന്നു. എനിക്കതിനകത്ത് അദ്ദേഹത്തെ തിരുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനൊന്നും അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു പരിധിവരെ ഉണ്ട്. അദ്ദേഹം പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ആ രീതിയിൽ, ആ അർത്ഥത്തിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ ചില വിഷയങ്ങൾ എനിക്കും തോന്നിയിട്ടുണ്ട്.